മച്ചാന്റെ മാലാഖ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. സൗഭിക്കയാണ്. അതെ അതെ, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ പേടിച്ചു കഴിക്കണം. ഫ്ലോ പോയി പ്രായം കൂടുന്നവർ ഭംഗി കൂടുന്നു. ചെറിയൊരു സംഭവം ഉണ്ട്. ശരിക്കും സിനിമയായിട്ട് ആ ടൈപ്പിന് ഒരു ബന്ധമില്ല കേട്ടോ. അവിടെ പോയാ പോയി. റിയൽ ലൈഫിലെ മച്ചാന്റെ മാലാഖ മൂവി വിശേഷങ്ങളുമായി മച്ചാന്റെ തന്നെ മാലാഖയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം നമിത ചേച്ചി. താങ്ക് യു. ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അത് കുഴപ്പമില്ല. അപ്പൊ എല്ലാ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ ഞാൻ പേടിച്ചു കഴിക്കണം. നിങ്ങൾ എന്താ അടുത്ത് ചോദിക്കാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് സിനിമയിലോട്ട് വരാം. എന്താണ് മച്ചാന്റെ മാലാഖ? മച്ചാന്റെ മാലാഖ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. സൗഭിക്കയാണ് മച്ചാൻ. ശരിക്കും സിനിമയായിട്ട് ആ ടൈറ്റിലിന് ഒരു ബന്ധമില്ല കേട്ടോ. ഓക്കെ, ഞാൻ വിചാരിച്ചു കൊച്ചി റിലേറ്റഡ് അല്ല. അപ്പൊ മാലാഖ ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് ടീച്ചർ ഉണ്ടപ്പോ അങ്ങനെ നമുക്ക് തോന്നി. ഫസ്റ്റ് ഒരു ദുഷ്ടി, പിന്നെ ദുഷ്ടല്ല. ഈ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരു പൊസസീവ്നെസ്, അതാണ് അതിലെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ്. പക്ഷെ സിനിമ അതല്ല. സിനിമയില് ഇതൊരു ചെറിയൊരു ഫാമിലി എന്റർടൈനർ ആണ്. പക്ഷെ സിനിമയിൽ ഒരു സംഭവം ഉണ്ട്, ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു വള്ളി ഒപ്പിച്ച പോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. അതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത. അത് ശരിക്കും പറയാനും പറ്റില്ല. അതെ, ആ ഇൻസിഡന്റ് ആണ് സിനിമനെ മൊത്തത്തിൽ സിനിമ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഓൺട്രപ്രണറോടാണല്ലോ, അപ്പൊ മൾട്ടി ടാസ്കർ ആണോ ഇത്? അഭിനയിക്കാൻ പോണോ, ബിസിനസ് ചെയ്യുന്നോ? രണ്ട് ശ്രദ്ധിക്കും. പക്ഷെ ഇപ്പൊ സമ്മർ ടൗണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അച്ഛനുണ്ട്, അച്ഛൻ പാർട്ട്ണറാണ്, എനിക്ക് വേറെ പാർട്ട്ണർ ഉണ്ട്, പുള്ളി US-ലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് നമ്മള് അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളുമായിട്ട് അതിന്റെ പുറകെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇറ്റ്സ് ഓക്കെ, അത് മാനേജ് ചെയ്യാൻ അച്ഛനെ പോലത്തെ ഒരാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ കേട്ടു സൗബിക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങി തരുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഡയറ്റ് ഒക്കെ എങ്ങനെ? ഞാൻ ഡയറ്റിലല്ല ഒരിക്കലും. ഞാൻ ഭക്ഷണം ഒരുപാട് കഴിക്കാറില്ല. ഞാൻ രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല, കുറവാണ്. പിന്നെ ഭക്ഷണം എല്ലാം ഫുഡ് നന്നായിട്ട് ട്രൈ ചെയ്യും. എല്ലാ സ്ഥലത്തും കുറച്ച് അങ്ങനെ കുറച്ച് എവിടെ പോയാലും ഫുഡ് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ മുന്നേ കണ്ട നമിത ചേച്ചിന്റെ കാലം ഇപ്പം ഭയങ്കര ഭംഗി കൂടി, പ്രായം കൂടുന്നവർ ഭംഗി കൂടുന്നു അല്ലേ? ഭംഗി കൂടുന്നു. എന്താണ് ഇതിനൊരു സീക്രട്ട്? എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത്? അങ്ങനെയൊന്നുമില്ല. സെൽഫ് കെയർ ചെയ്യും, അത്യാവശ്യം സെൽഫ് കെയർ ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും, വെയിറ്റ് ട്രെയിനിങ്, അതൊക്കെ ജിമ്മൊക്കെ മൂഡ് അനുസരിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലമാണ് വർക്ക്ഔട്ട് ചെയ്യുന്ന ജിമ്മിൽ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, ഫുഡ് അത്യാവശ്യം എല്ലാ ഭക്ഷണവും കഴിക്കും ഞാൻ അങ്ങനെ. പിന്നെ ഒരു കഫേ ഓൺ റോഡ് ആണല്ലോ, അപ്പൊ കാണുമ്പോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കും. അത് കുഴപ്പമില്ല. എനിക്കൊന്നും അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതമല്ലേ, അങ്ങനെ. പിന്നെ നമ്മളുടെ ആവശ്യമുള്ള സ്കിൻ കെയർ, അങ്ങനത്തെ ഒക്കെ ബേസിക്സ് അത്ര ചെയ്യലേ ഉള്ളൂ. അപ്പൊ ഹോം ടൗൺ ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അറിയില്ല, ഇപ്പൊ തൽക്കാലം ഇല്ല. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ വർഷം തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്തുണ്ടോന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്, ഞാൻ അവിടെയാണ്. അപ്പൊ എന്തോന്ന് അതെനിക്ക് ഇപ്പോഴും ഉണ്ട്, അതെനിക്കും ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും, കണ്ടില്ലേ ചേച്ചി പറയണം. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് നമ്മളുടെ കുറച്ച് നമ്മൾ എത്ര ഇത് അച്ഛൻ കോട്ടയാ, അമ്മ ട്രിവാൻഡ്രാണ്. ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്തായിരുന്നു 12th വരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 12 years മേലെയായി എറണാകുളം വന്നിട്ട്. പക്ഷെ നമ്മുടെ ചില വാക്കുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്നെ ഫ്രണ്ട്സ് കളിയാക്കുമ്പോ ഞാൻ പറയില്ല, എന്തോ കാണിക്കുന്നേ. അതെ, ഓക്കെ. മച്ചാന്റെ മാലാഖ എന്ന് പറയുമ്പോ അപ്പൊ നമിത ചേച്ചിയുടെ റിയൽ ലൈഫിലെ മച്ചാൻ ആരാണ്, മാലാഖ ആരാണ്? റിയൽ ലൈഫില് മച്ചാൻ ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഗേൾസ് ആണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മള് ഗേൾസ് വൈബ് വേറെ തന്നെയാണല്ലോ. അതെ, അപ്പം LKG തൊട്ട് ഗേൾസ് സ്കൂളിൽ പഠിച്ചോണ്ട് ഗേൾസ്. അപ്പൊ ജാൻവി എന്റെ ഭയങ്കര ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിൽക്കുന്ന ആളാണ്. പിന്നെ മാലാഖ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഈ മാലാഖ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ എപ്പോഴും ഗേൾസിന് നമ്മൾ തിങ്ക് ചെയ്യണല്ലോ? അല്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തരായിരിക്കും. ഗേൾ ആണോന്നൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ ഇപ്പൊ ചില അബദ്ധം പറ്റി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അപ്പൊ നമുക്ക് തോന്നുന്നു ഈശ്വര ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടായിരുന്നു, ചേച്ചിക്ക് ഇങ്ങനെ ആരും ഒരു റോൾ മോഡൽ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാനും സെയിം അങ്ങനെ ഒരു ആളാണ്. അപ്പൊ വീട്ടില് നീ ഒന്നും പറഞ്ഞാൽ കേക്കണ്ട, നമ്മൾ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തിട്ട് പോയി ചാടിയിട്ടേ ഞാൻ പഠിക്കുള്ളൂ, അങ്ങനെ ഒരു ആളെന്നെ. ഞാൻ ബേസിക്കലി കുറെ തിങ്ക് ചെയ്യും കേട്ടോ. ഞാൻ നല്ലോണം ഓവർ തിങ്ക് ചെയ്യണ ആളാണ്. ഞാനും അതെ, ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷനെ നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ ഞാൻ ആലോചിക്കും, അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ചിട്ട് എടുക്കുള്ളൂ. ചിലപ്പോ മിസ്റ്റേക്സ് ആയിരിക്കും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ചെയ്യുന്നില്ല. ആളുകളാണെങ്കിലും ബുക്കാണ് പറഞ്ഞല്ലോ, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളൊന്നുമില്ല. ഇപ്പൊ ഒരു സ്റ്റോറി, ഇറ്റ്സ് എ ബുക്ക്, അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ബയോഗ്രഫി എന്തെങ്കിലും വായിക്കുവാണെങ്കിൽ അയാളുടെ ബയോഗ്രഫി അങ്ങനെയുള്ളൂ. അല്ലാതെ അങ്ങനെ ഭയങ്കര ഒരാളങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടില്ല. പിന്നെ കുറെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയാവുന്ന സിനിമ ആളുകളല്ല, സാധാരണ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അത് ചിലപ്പം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ സാധാരണ ആളുകളുടെ ലൈഫിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലരെ കാണാറുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോ ഭയങ്കര രസമുള്ള കഥകള്, പിന്നെ പ്രായമുള്ളവരുടെ അടുത്ത് സംസാരിക്കുമ്പോ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അവർക്ക് ചില രസമുള്ള കഥ, ചിലരുടെ റൊമാൻറ്റിക് കഥകളൊക്കെ കേൾക്കും, ഭയങ്കര രസമാണ്. അത് പറഞ്ഞപ്പോ ഈ സിനിമയിലെ റൊമാൻസ് ഉണ്ടോ? ഉണ്ട്. ഇത് ശരിക്കും ഒരു ലവ് അറേഞ്ച് മാരേജ്, ലവ് അല്ല, കോമഡി ഉണ്ട്. റോംകോം ആണ്. പക്ഷെ നമ്മൾ ടീസർ കാണുമ്പോ വിചാരിക്കും ഒരു നോർമൽ ഫാമിലിയിലെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഇതില് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ കഥയുടെ പ്രധാനപ്പെട്ട ഒരു ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതാണ് സിനിമ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത. ബാക്കി കൂട്ടുകുടുംബം, ഇവര് തമ്മിലുള്ള സ്നേഹം, പിണക്കം അതെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല, അത് ഈ സിനിമയുടെ ബേസ് ആണ്. അപ്പോ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരുടെ അടുത്ത് മലയാളി ഓഡിയൻസ് ഭയങ്കര സെൻസിബിൾ ആണ്. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ ഗ്രാമം റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ നാളായി അങ്ങനത്തെ സിനിമ, ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ഓഫ് സിനിമാസ്, അല്ലെങ്കിൽ ത്രില്ലേഴ്സ് ആണെങ്കിൽ ത്രില്ലേഴ്സ്, അങ്ങനത്തെ മറ്റേ പക്കാ റിയലിസ്റ്റിക് സിനിമ അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ നമ്മളെ പേഴ്സണലി ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പോയി കാണാനായിട്ട്. അപ്പൊ എനിക്കൊന്നും ആളുകൾക്ക് ഇഷ്ടാവും തോന്നുന്നുണ്ട്. ഈ 27-ാം തീയതി റിലീസ് ആവുകയാണ്. അതെ, എല്ലാവരും 27-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ. താങ്ക് യു.